ഹായ്, ഞാൻ ഡോക്ടർ ദിവ്യ ഫ്രം ഈഷ ആയുർവേദ. അപ്പം നമുക്ക് ഈ ഹെയർ ഫോളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഹെയർ ഫോളിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് കാണിക്കുന്നത് ഡാൻഡ്രഫ് തന്നെയാണ്. നമ്മുടെ തലയിൽ വരുന്ന താരനുകൾ ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും ഒരു സീസൺ അനുബന്ധമായിട്ട് അല്ലാതെ തന്നെ ഒരു ത്രൂ ഔട്ട് ഇയർ ഒരുപാട് ആളുകൾ ഈ ഒരു താരൻ്റെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യത്തിലുള്ള കോൺഫിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുറച്ച് കളയുന്നത്. അപ്പോൾ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഇപ്പോൾ ഇത് ചിലർ ചോദിക്കാം, ഡോക്ടർ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ താരൻ അങ്ങ് പോകുമോ? അങ്ങനെയല്ല. ഈ ട്രീറ്റ്മെൻറ്റിനൊപ്പം തന്നെ നിങ്ങളൊരു മെയിൻ്റനൻസ്, ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അത് ആഹാരമായിക്കോട്ടെ, നമ്മുടെ ഒരു ഹെയർ കെയർ റുട്ടീൻ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളൊരു ഹൈജീനിക് റുട്ടീൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഇതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ ഇതിന് വളരെയധികം നിർബന്ധമാണ്. അല്ലെങ്കിൽ താരൻ പല സ്കിൻ ഡിസീസസിലായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താരൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ എടുത്ത് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് കൃത്യമായിട്ട് ചികിത്സ കൊടുത്ത് അതിനെ ഇല്ലാണ്ടാക്കാൻ നോക്കണം. താങ്ക് യു.